MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി 15-ന് വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. എന്നാൽ രാഹുൽ നിരപരാധി എന്ന തരത്തിൽ വെള്ളപൂശാനുള്ള പ്രവർത്തനങ്ങളാണ് സൈബർ ടീം പ്രചരിപ്പിക്കുന്നത്. രാഹുൽ നീതിമാനായിരുന്നുവെന്നും ചിലർ ചേർന്ന് കുടുക്കാൻ ശ്രമിച്ചുവെന്നും തുടങ്ങി ആര് വായിച്ചാലും മനസ്സലിഞ്ഞു പോകുന്ന കണ്ടന്റുകളാണ് PR ടീം പടച്ചുവിട്ടത്. മുൻപ് രാഹുലിനെ ഉമ്മൻചാണ്ടിയോട് ഉപമിച്ചു പോലും ഇക്കൂട്ടർ ന്യായീകരിക്കാൻ ശ്രമിച്ചു. രാഹുൽ 11ാം ദിവസവും ഒളിവിലാണെങ്കിലും PR ടീം കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. കോൺഗ്രസിലെ ലീഗുകാരനായ ഷാഫി പറമ്പിലിന്റെ ടീമാണ് ഇത്തരം വൈറ്റ് വാഷിംഗിന് നേതൃത്വം നൽകുന്നത് എന്ന് മുറുമുറുപ്പുകളുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിട്ടും കുറ്റപ്പെടുത്തുകയോ ചെയ്തത് തെറ്റാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പാർട്ടിയിൽ നിന്ന് കിട്ടിയ സൗഹൃദമാണ് എന്നൊക്കെ ഷാഫി പറയുന്നുണ്ടെങ്കിലും രാഹുലിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ഷാഫി ടീമാണെന്നാണ് കോൺഗ്രസിനുള്ളിലുള്ളവർ പോലും പറയുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഷാഫി പറമ്പിലിനോടാണ് രാഹുൽ ആദ്യം പറയാറെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാനലുകളോട് രാഹുൽ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ ബന്ധം മാത്രമല്ലെന്നും ഉയർച്ചയിലും പ്രയാസത്തിലും ഷാഫിക്ക് കൂടെയുണ്ടെന്നും രാഹുൽ അന്ന് പറഞ്ഞിരുന്നു. നല്ല കാലത്ത് മാത്രമല്ല മോശം കാലത്തും രാഹുലിന്റെ കൂടെയുണ്ടാകുമെന്ന് അന്ന് ഷാഫിയും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ രാഹുലിന്റെ ഇടപാടുകൾ ഷാഫി അറിഞ്ഞില്ല എന്ന് പറയുന്നത് കോൺഗ്രസുകാർ പോലും വിശ്വസിക്കുന്നില്ല. ഷാഫിക്കൊപ്പം ലീഗിന്റെ യുവനിരയും രാഹുലിന് വേണ്ടി രംഗത്തുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ ടീമും രാഹുലിന് വേണ്ടി സജീവമായി തന്നെയുണ്ട്. ഫിറോസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പ്രതിരോധിക്കാൻ രാഹുലും ഉണ്ടായിരുന്നു. ഇതിനുള്ള നന്ദി പ്രകടനമാണ് ഫിറോസിന്റെ പിന്തുണയെന്നാണ് പുറത്തുവരുന്ന സൂചന. 6000-ഓളം സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകൾ രാഹുലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മുസ്ലിം ലീഗിന് മതമാണ് മുഖ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ലീഗ് നേതാവ് KM ഷാജിയെ പിന്തുണയ്ക്കുന്നവരാണ് ഷാഫി രാഹുൽ ടീമിനായി രംഗത്തുള്ളത്. അതിന് പിന്നിലെ കാരണങ്ങളാണ് ആർക്കും പിടികിട്ടാത്തത്. ഇതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ട യുവനിരയുടെ ഭാഗമാണ് രാഹുൽ എന്നും വ്യക്തമാണ്. ഷാഫിയുടെ ഗൂഢനീക്കമാണ് ഇതിന് പിന്നിൽ. കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. രാഹുലിനെ തുടക്കം മുതൽ ഷാഫിക്കൊപ്പം ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് യൂത്ത് ലീഗ് ഗ്രൂപ്പുകളായിരുന്നു. ലീഗിന്റെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചത്. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് രാഹുലിന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് മാത്രം. എക്കാലവും UDFന്റെ വോട്ട് ബാങ്കായ ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ലീഗിന്റെ മത അജണ്ടയിലും അതിന് കുടപിടിക്കാൻ രാഹുലിനെ പോലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടലുകളിലും അസ്വസ്ഥരാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ 2ാമത്തെ പീഡന പരാതിയിൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേട്ടത്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അറസ്റ്റ് തടയണമെന്നുമായിരുന്നു രാഹുൽ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിതെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പരാതി DGPക്ക് കൈമാറിയതെന്നും റിപ്പോർട്ട് പൂർണ്ണമായി പരിഗണിക്കാതെ അറസ്റ്റ് തടയരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 11 ദിവസമായി രാഹുൽ ഒളിവിലാണ്. നവംബർ 27-ന് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന് കേരളം വിടാനും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഒളിവിൽ കഴിയാനും സഹായമൊരുക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളാണെന്നും ആരോപണമുണ്ട്. പുറത്താക്കിയതോടെ തങ്ങളുടെ ഭാഗം ക്ലിയറായി എന്ന നേതാക്കളുടെ വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. എല്ലാ കാലത്തും രാഹുലിനെ സംരക്ഷിച്ചവർ ഇപ്പോഴും ആ ബന്ധം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂരിലും ബംഗളൂരു നഗരത്തിന് പുറത്തുള്ള ആഡംബര വിലയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം വന്നിരുന്നു. എല്ലാ സഹായവും എത്തിക്കുന്നത് ലീഗ് ബന്ധമുള്ള ചില റിയൽ എസ്റ്റേറ്റുകാരാണെന്നും സൂചന ലഭിച്ചിരുന്നു. ഒളിവിൽ പോകാൻ സഹായിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പാലക്കാട് ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് ഫസലിനെതിരെയും ഡ്രൈവർ ആൽബിനെതിരെയും കേസെടുത്ത ശേഷം വിട്ടയച്ചു.